ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈസ്, ആം, ആർ അതുപോലെ തന്നെ വാസ്, വേറിൻ്റെ യൂസേജസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസേജസ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാനും മനസ്സിലാക്കാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പറയാനും ആൻസർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ദെൻ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ എന്നാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീനിങ് നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആകുന്നു എന്നാണ് കേട്ടോ. എന്താണ് ആകുന്നു? ഈ ആകുന്നു എന്ന് നമ്മൾ എത്രത്തോളം മലയാളത്തിലേക്ക് യൂസ് ചെയ്യാറുണ്ടെന്നൊന്ന് ആലോചിച്ചൊക്കെ. നമ്മൾ ഒട്ടുമിക്ക സെന്റൻസിലും ഒട്ടുമിക്ക സംഭാഷണത്തിലൊക്കെ നമ്മൾ ഈ ആകുന്നു ആകുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. അപ്പൊ ആ സംസാരമൊക്കെ തന്നെ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലോട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈസ്, ആം, ആർ ആകുന്നു. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസിലൂടെയാണ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, ഹി ഈസ് സ്റ്റുഡൻറ്. ഹി ഈസ് എ സ്റ്റുഡൻറ് എന്താണ് അർത്ഥം? അവൻ ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവൻ ഒരു വിദ്യാർത്ഥിയാണ്. ഹി ഈസ്, ഇവിടെ ഈസ് എന്ന് വെച്ചാൽ എന്താണ്? ആകുന്നു, അവനാകുന്നു ഒരു സ്റ്റുഡൻറ്, അവനൊരു സ്റ്റുഡൻ്റ് ആകുന്നു. നെക്സ്റ്റ്, ഷീ ഈസ് ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അവൾ ഒരു ടീച്ചറാകുന്നു. ഇസ് എ ടീച്ചർ. ഷീ ഈസ്, അവൾ ആകുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ എലഫന്റ്. ഇത് ഒരു എലഫന്റ് ആകുന്നു. ഇറ്റ് ഈസ് ആൻ എലഫന്റ്. ഇറ്റ് ഈസ്, ഇത് ആകുന്നു, അല്ലെങ്കിൽ ഇത് ആണ്. ആൻ എലഫന്റ്, ഒരു എലഫന്റ് ആണ്. നെക്സ്റ്റ്, ഷീ ഈസ് ഡോക്ടർ. അവൾ ഒരു ഡോക്ടർ ആകുന്നു. മനസ്സിലായല്ലോ? ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആകുന്നു. അപ്പൊ ഇതാണ് ഈസ് ഇന്റെ യൂസേജ് കേട്ടോ. ഇങ്ങനെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് സെന്റൻസ് ആട്ടോ. ഓക്കെ, അപ്പൊ ഈസ് എന്താണ്? ആകുന്നു. ഇതേ ആകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ ആമിനും ആറിനും കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ ഈസും ആമും ആറും എവിടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളടത്ത് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. മീനിങ് സെയിം ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഷീ ഈസ് ടീച്ചർ എന്ന് പറയാം അല്ലെ. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചറാണ്. ഇനി ഇവിടെ നമ്മൾ എന്താണ്? അവൾ ഒരു ടീച്ചർ അല്ല എന്നെങ്ങനെ നമുക്ക് പറയാം? ഷീ ഈസ് നോട്ട് എ ടീച്ചർ. ഷീ ഈസ് നോട്ട് എ ടീച്ചർ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് പറയാനായിട്ട് നമ്മൾ എസ് കഴിഞ്ഞിട്ട് ഒരു എന്താണ് നോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഷീ ഈസ് നോട്ട് എ ടീച്ചർ, അവളൊരു ടീച്ചർ അല്ല. ഇനി അവളൊരു ടീച്ചർ ആണോ എന്ന് എങ്ങനെ നമുക്ക് പറയാം? അവളൊരു ടീച്ചർ ആണോ എങ്ങനെ നമുക്ക് പറയാം? ഈ ഈസിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരാം കേട്ടോ. അവിടെ ഷീ ഈസ് എ ടീച്ചർ എന്നുള്ളത് അവളൊരു ടീച്ചറാണ്. അപ്പൊ ഈസ് ഷീ എ ടീച്ചർ, അവളൊരു ടീച്ചർ ആണോ? ഈസ് ഷീ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എങ്ങനെ പറയാം? ഈസ് ഷീ എ ടീച്ചർ, അവളൊരു ടീച്ചറാണോ? ഈസ് ഷീ എ ടീച്ചർ. ഇനി അവളൊരു ടീച്ചർ അല്ലേ? അല്ലേ, നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം, ഈസിന്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യാം. ഇസിന്റ് എന്നാവട്ടെ ഷോർട്ട്. ഇസിന്റ് ഷീ എ ടീച്ചർ. ഇസിന്റ് ഷീ എ ടീച്ചർ, അവളൊരു ടീച്ചർ അല്ലേ? മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ്, they are friends. they are friends, അവർ എന്താണ്? ഫ്രണ്ട്സ് ആണെന്ന് കേട്ടോ. ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആകുന്നു. ഇവിടെ നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്തത് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ എസ് എന്ന് ആഡ് ചെയ്യാറുള്ളത്? എസ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ എസ് എന്ന് ഉപയോഗിക്കുക കേട്ടോ. ഇവിടെയും ആറിന്റെ മീനിങ് എന്താണ്? ആകുന്നു എന്ന് തന്നെയാണ് കേട്ടോ. സെയിം ആണ്, ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാട്ടോ. ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണ് എന്നാട്ടോ. അപ്പോൾ ആർ എന്നാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഇസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? ഒന്നല്ലേ. ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇതല്ലെങ്കിൽ അത് എന്താണ്? ഒരൊറ്റ വസ്തുവിനെ അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇവിടെ എന്താണ്? ദേ വരാണെങ്കിൽ, യു വരാണെങ്കിൽ, അതുപോലെ വി വരാണെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഏതൊക്കെ കൂടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആറ്, യു, ദേ, യു, ദേ, വി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്സിലറി വെർബ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ആർ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം.
എസ് എന്നുള്ളത് സിംഗിൾ എന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ സെന്റൻസ് എന്തായിരുന്നു? ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണ്. ഇനി അവർ ഫ്രണ്ട്സ് അല്ല എന്ന് എങ്ങനെ നമുക്ക് പറയാം? ദേ ആർ നോട്ട് ഫ്രണ്ട്സ്, ദേ ആർ നോട്ട് ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് അല്ല. ഓക്കെ, ഇനി അവർ ഫ്രണ്ട്സ് ആണോ എങ്ങനെ പറയാം? ആർ ദേ, ഈ ആറിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരണം അല്ലേ. ദേ ആർ ഫ്രണ്ട്സ് എന്നുള്ളത് ആർ ദേ ഫ്രണ്ട്സ് എന്ന് പറയണം അല്ലേ. അപ്പൊ ആർ ദേ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണോ? ഓക്കെ, ഇനി അവർ ഫ്രണ്ട്സ് അല്ലേ എന്ത് പറയണം നമ്മള്? ആറിൻറ്റ് ദേ ഫ്രണ്ട്സ്, ആറിൻറ്റ് ദേ ഫ്രണ്ട്സ്, aren't they friends, അവർ ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ മനസ്സിലായോ? ദേ ആർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ആറിന്റെ യൂസേജസ് എന്താണ്? മീനിങ് എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ കേട്ടോ. അപ്പൊ ആറ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയ യു ദേ വീടെ ഒക്കെ കൂടെ നമ്മൾ ആറ് ഉപയോഗിക്കുന്നു. ഇസ് നമ്മൾ ഹി ഷി ഇറ്റ്, അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ്? ഇസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ നമുക്കുള്ളത് എന്താണ്? ആം എന്നാണ് കേട്ടോ. ആമിന്റെ മീനിങ് എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ് തന്നെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആമ് നമ്മൾ എപ്പോഴും എന്താണ്? ഐന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലേ. അയാം എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ഐ ആം നോട്ട് എന്നാണ് പറയാം കേട്ടോ. ഈ ആമിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ആമും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാന്നുള്ളൂ കേട്ടോ. അപ്പൊ ആമിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് വാസ് അല്ലെങ്കിൽ വേർ. ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ള കേട്ടോ. അപ്പൊ വാസ് അല്ലെങ്കിൽ വേർ എന്താണ്? ആയിരുന്നു എന്നാട്ടോ. നമ്മൾ എപ്പോഴാ ആയിരുന്നു എന്ന് പറയാം? കഴിഞ്ഞ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയാം അല്ലെ. അത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയാം അല്ലെ. ഞാൻ വായിക്കുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ഇന്നലെ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ അല്ലേ നമ്മൾ പറയാറ്. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെയാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയാറില്ലേ. അപ്പൊ ഈസ് ആകുന്നു എന്നാണെങ്കിൽ എന്താണ്? വാസ് അല്ലെങ്കിൽ വേറെ എന്താണ്? ആയിരുന്നു എന്നാട്ടോ. ഇതും എന്താണ്? വാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി ഷി ഇറ്റിന്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹി ഷി ഇറ്റ് എന്താണ്? വാസ് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, വാസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ യു ദേവിയുടെ കൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വേറെ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇസ് വെച്ചിട്ട് പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു? ഷീസ് എ ടീച്ചർ, ഷീസ് എ ഡോക്ടർ എന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് സെയിം സെന്റൻസ് എടുക്കാം. ഷീ വാസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചർ ആയിരുന്നു എന്നാട്ടോ. ഇവിടെ നമ്മൾ ഇസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവൾ ഒരു ടീച്ചർ ആണ്, ഇപ്പം അവളൊരു ടീച്ചർ ആണ് എന്നാട്ടോ. അപ്പൊ ഇതോ? ഷീ വാസ് എ ടീച്ചർ എന്ന് വെച്ചാൽ മുമ്പ് അവളൊരു ടീച്ചർ ആയിരുന്നു, ഇപ്പം അവളൊരു ടീച്ചറാണ് എന്നല്ല പറഞ്ഞത് കേട്ടോ. മുമ്പ് അവളൊരു ടീച്ചർ ആയിരുന്നു, ഇനി അവളൊരു ടീച്ചർ അല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഷീ വാസ് നോട്ട് എ ടീച്ചർ, അവൾ ഒരു ടീച്ചർ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഷീ വാസ് എ ടീച്ചർ, ഷീ വാസ് നോട്ട് എ ടീച്ചർ. ദെൻ ദേ വേർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ കണ്ടില്ലേ, അതേന്റെ കൂടെ നമ്മൾ വേറാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ദേ വേർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വേർ നോട്ട് ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ല. ദേ വേർ നോട്ട് ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ല. നെക്സ്റ്റ്, വി വേർ കസിൻസ്, ഞങ്ങൾ കസിൻസ് ആയിരുന്നു. വി വേർ കസിൻസ്. ഓക്കെ, ഞങ്ങൾ കസിൻസ് ആയിരുന്നു. വി വേർ നോട്ട് കസിൻസ്, ഞങ്ങൾ കസിൻസ് ആയിരുന്നില്ല. ഓക്കെ, വി വേർ നോട്ട് കസിൻസ്, ഞങ്ങൾ കസിൻസ് ആയിരുന്നില്ല. അപ്പൊ വാസിന്റെയും വേറിന്റെയും ഉപയോഗം മനസ്സിലായല്ലോ. ആയിരുന്നു എന്നാണ് വാസും അതുപോലെ തന്നെ വേറിന്റെയും മീനിങ്ങില്. അപ്പൊ വാസ് ആയിരുന്നു, വാസ് നോട്ട് ആയിരുന്നില്ല. മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ സെയിം സെന്റൻസ്, ഷീ വാസ് എ ടീച്ചർ, അവളൊരു ടീച്ചർ ആയിരുന്നു. ദെൻ അവളൊരു ടീച്ചർ ആയിരുന്നില്ല നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഷീ വാസ് നോട്ട് എ ടീച്ചർ, അവളൊരു ടീച്ചർ ആയിരുന്നില്ല. ദെൻ അവൾ ഒരു ടീച്ചർ ആയിരുന്നോ, അവളൊരു ടീച്ചർ ആയിരുന്നോ എങ്ങനെ ചോദിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാസ് ഷീ എ ടീച്ചർ, വാസ് ഷീ എ ടീച്ചർ, അവളൊരു ടീച്ചർ ആയിരുന്നോ? വാസ് ഷീ എ ടീച്ചർ. ഇനി അവളൊരു ടീച്ചർ ആയിരുന്നില്ലേ, ഇതെങ്ങനെ ചോദിക്കാം? wasn't she a teacher, wasn't she a teacher, wasn't she a teacher, അവളൊരു ടീച്ചർ ആയിരുന്നില്ലേ. they were friends, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ല. they were not friends എന്നല്ലേ പറയാ.
ഇനി അവർ ഫ്രണ്ട്സ് ആയിരുന്നോ എന്ന് ചോദിക്കാം. ആ were they friends, ഈ വേർനെ നമ്മൾ ആദ്യം കൊണ്ടുവരാം കേട്ടോ. were they friends, അവർ ഫ്രണ്ട്സ് ആയിരുന്നോ, ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. were they friends. ഇനി നെഗറ്റീവ് എങ്ങനെ പറയാം, അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, എങ്ങനെ പറയാം, weren't they friends. weren't they friends, അവർ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഓക്കെ, ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അവൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്ന് കേട്ടോ. ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, ഇവിടെ നമ്മൾ എസ് ഉപയോഗിച്ചു അല്ലേ. എന്താണ്, ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അവൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് എന്നാണ് അർത്ഥം കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ നമുക്ക് എസ് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആം ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അവൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആം അല്ലേ യൂസ് ചെയ്യാം. അപ്പം ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇനി ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അവൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ദേ ആർ ജമ്പിങ്, അവർ ചാടുകയാണ്. ദേ ആർ ഈറ്റിംഗ് ഫുഡ്, അവർ ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്ക് ഈസ് ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് എന്താണോ വേർബ്, ആ വേർബിനെ നമ്മൾ ING ഫോമിലാണ് എടുക്കേണ്ടത് കേട്ടോ. റീഡിന്റെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ റീഡിങ് എന്നായി. അതുപോലെ തന്നെ ജമ്പിന്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ ജമ്പിങ് എന്നാവും. പ്ലേയുടെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ പ്ലേയിങ് എന്നാവും. ഈറ്റിന്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ ഈറ്റിംഗ് എന്നാവും. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ഈ ആർ വരുമ്പോൾ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം കേട്ടോ വേർബിന്റെ കൂടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എസ് ഉപയോഗിക്കാം കേട്ടോ. വേറൊരു എക്സാമ്പിള്, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അപ്പൊ പ്ലേയുടെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ പ്ലേയിങ് എന്നായിട്ടോ. അപ്പൊ ഇതും കൂടെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ നമുക്ക് വാസും വേറും ഇതേ സ്ഥാനത്ത് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ചെയ്യുകയായിരുന്നു, പോവുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, കഴിക്കുകയായിരുന്നു എന്ന് മീനിങ് വരും കേട്ടോ. അവൾ ഉറങ്ങുകയായിരുന്നു, എങ്ങനെ നമുക്ക് പറയാം, അവൾ ഉറങ്ങുകയായിരുന്നു, ആയിരുന്നു എന്നാലേ. അപ്പം ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. സ്ലീപ്പിന്റെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. ഇനി അവൾ പാടുകയായിരുന്നു, എങ്ങനെ പറയാം, ആയിരുന്നു. ഷീ വാസ് പാടുകയായിരുന്നു, സിംഗിങ്, ഷീ വാസ് സിംഗിങ് എ സോങ്, അവൾ ഒരു പാട്ട് പാടുകയായിരുന്നു. ഷീ വാസ് സിംഗിങ് എ സോങ്, അവൾ ഒരു പാട്ട് പാടുകയായിരുന്നു. ഇനി they were eating ഫുഡ്, അവർ ഫുഡ് കഴിക്കുകയായിരുന്നു. they were eating ഫുഡ്, അവർ ഫുഡ് കഴിക്കുകയായിരുന്നു. ഈറ്റിന്റെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ ഈറ്റിംഗ് വേറെ എന്നാട്ടോ. they were eating ഫുഡ്, അവർ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പൊ ഈറ്റിന്റെ കൂടെ നമ്മൾ ING ചേർത്തപ്പോൾ ഈറ്റിംഗ് എന്നായിട്ട്. അപ്പോൾ വാസ് അല്ലെങ്കിൽ വേറിന്റെ കൂടെ നമ്മൾ എന്താണ് വേർബ് വരുമ്പോൾ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എസ് ആർ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മീനിങ് എന്താവും, ചെയ്യുകയാണ് എന്ന് ആവൂലേ. അതേപോലെ തന്നെ ആ സ്ഥാനത്ത് നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിലോ, ചെയ്യുകയായിരുന്നു, ഞാൻ ചെയ്യുകയായിരുന്നു, ഞാൻ പോകുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു എന്നൊക്കെ ആവും കേട്ടോ മീനിങ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി ഇവിടെയും തന്നെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. വാസ് ഷീ സ്ലീപ്പിംഗ്, വാസ് ഷീ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നോ എന്നാവും കേട്ടോ. വാസ് ഷീ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നോ. വാസ് ഷീ സ്ലീപ്പിംഗ്, ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. വാസ് ഷീ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നോ എന്നാവൂലേ. ഇനി വാസിൻ ഷീ സ്ലീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അവൾ ഉറങ്ങുകയായിരുന്നില്ലേ. വാസിൻ ഷീ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നില്ലേ. വാസിൻ ഷീ സ്ലീപ്പിംഗ്. ഓക്കെ, ഇനി were they eating food, അവർ ഫുഡ് കഴിക്കുകയായിരുന്നോ. were they eating food, അവര് ഫുഡ് കഴിക്കുകയായിരുന്നോ. were they eating food. നെക്സ്റ്റ്, അവര് ഫുഡ് കഴിക്കുകയായിരുന്നില്ലേ എങ്ങനെ പറയാ, weren't they eating food. weren't they eating food, അവര് ഫുഡ് കഴിക്കുകയായിരുന്നില്ലേ എന്നാവട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സാമാറിനെ കുറിച്ച് അതുപോലെ വേറിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ എക്സാമാർ വെച്ചിട്ട് കുറെ സെന്റൻസുകളോ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം.
താങ്ക് യു.